ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയാണ്. ഇത് കണ്ട് ദേവയാനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നല്ലൊരു ലക്ഷണം തന്നെയാണ്, ഏതായാലും ഡോക്ടറെ പോയി കാണണം, ഡോക്ടർ നല്ല റിസൾട്ട് തന്നെയായിരിക്കും പറയാനായിട്ട് പോകുന്നത്, എല്ലാം പോസിറ്റീവ് തന്നെയായിരിക്കും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഓടി ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? എപ്പോഴും ഇതിൽ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. എന്തമ്മേ, എന്താ കാര്യം? അതെ എടാ, നീയൊരു അച്ഛനാകാൻ പോവാടാ. ഇത് കഴിഞ്ഞപ്പോഴേക്കേ, എന്താമ്മേ? അതേടാ, നീയൊരു അച്ഛനാകാൻ പോവാന്ന്. ദേ നയനയ്ക്ക് തലകറക്കലും ഛർദിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണം നല്ല ലക്ഷണം തന്നെയാണ്, ഡോക്ടറെ പോയി കാണണം, ഡോക്ടറിൻ്റെ റിസൾട്ട് ഏതായാലും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പാ, ഞാനൊരു മുത്തശ്ശിയാകാൻ പോവാന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആദർശ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ദേവയാനിയുടെ റൂമിലിരുന്ന് ആലോചിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ആലോചിച്ച് ദേവയാനി ഇരുന്ന് ഭയങ്കര ചിരിയാ. അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജയൻ കയറി വരുന്നത്. അപ്പോൾ ദേവയാനിയുടെ ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഹലോ ദേവയാനി, ഇതെന്തെങ്കിലും എടുത്ത് ചിരിക്കുന്നത്? ചിരിച്ചെന്നോ? ഞാനെപ്പോൾ ചിരിച്ചു? ആഹാ, ഇവിടെ താനിപ്പം ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ, എന്നിട്ട് എപ്പോൾ ചിരിച്ചെന്നോ? എടാ, എന്താ താൻ ആലോചിച്ചുകൊണ്ടിരുന്നത്? എന്തിനെക്കുറിച്ചാ? എന്ത് കോമഡിയാണ്? എന്ത് കോമഡിയാണെങ്കിലും എന്നോട് പറയുന്നേ, ഞാനും കൂടി ഒന്ന് ചിരിക്കട്ടെ. കുറേ നാളായി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട്. ആഹാ, കൊള്ളാലോ, അപ്പോൾ ചിരിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, താൻ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ചിരിക്കാനുള്ളൊരു ആകാംക്ഷ, അത്രയേ ഉള്ളു. എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്? അത് പിന്നെ ഞാൻ ആലോചിച്ചത്, നമ്മളന്ന് ടൂറ് പോയില്ലേ? എപ്പോൾ? നമ്മൾ ഈ ഇടയ്ക്ക് ടൂറൊന്നും പോയില്ലല്ലോ. അല്ല, ഇപ്പോഴല്ല, ആ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക്. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കുള്ള ടൂർ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാനത് ആലോചിച്ചതാ. അതാലോചിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അന്ന് ടൂറ് പോയപ്പോൾ ജയൻ ചേട്ടൻ വീണതൊക്കെ ആലോചിക്കുന്നുണ്ടോ? കാല് തന്നെ വീണത്, അതൊക്കെ ആലോചിച്ച് ഞാൻ ചിരിച്ചതാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും, കൊള്ളാലോ, അപ്പോൾ ഭർത്താവ് വീഴുന്നത് ആലോചിച്ച് ചിരിക്കുന്ന ഭാര്യ, അതേതായാലും കൊള്ളാം. അല്ല, അന്നേരം എനിക്ക് ചുമ്മാ ടെൻഷൻ ആയെങ്കിലും ഭയങ്കര സങ്കടമായെങ്കിലും ഇപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോഴേ ചിരി വരിക ജയൻ ചേട്ടാ. പിന്നെ അന്ന് ജയേട്ടൻ വീണു കഴിഞ്ഞപ്പോഴേക്കും വീഴുക എണീക്കുക അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അതേതായാലും നല്ല കാര്യം തന്നെയാ. പിന്നെ ദേവയാനി, നീ എന്നെ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴും നീ എൻ്റെ മേത്തെ കലിച്ചിങ്ങട്ടി വീണതായിട്ട് നീ ഓർക്കുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജയനും ഭയങ്കര ചിരി. കണ്ടോ ഇപ്പം ഈ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ചിരി വരുന്നില്ലേ? അത് ശരിയാ. ഞാനും അതേപോലെ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജയനാണെങ്കിൽ അതേപോലെ ടൂറ് നമുക്ക് ഇനിയും പോകണം, നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട്. അങ്ങനെ 2 പേർക്ക് മാത്രമായിട്ട് പോകണ്ട, എല്ലാവരും കൂടി പോകണം, അതിലേതായാലും ആദർശവും ഉണ്ടാവണം, എനിക്കത് നിർബന്ധമാണ്. പക്ഷേ ആദർശ് നയനമോളില്ലാതെ വരില്ലല്ലോ, അവളും കൂടി വന്നോന്നല്ലേ ഇഷ്ടം. പക്ഷേ നയനമോളുണ്ടെങ്കിൽ നീ ഉണ്ടാവില്ലല്ലോ ദേവയാനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ആദർശ് വന്നോന്ന് എനിക്ക് നിർബന്ധമാണ്, നയനയും കൂടി ഉണ്ടാവുന്നതാണ് അവന് സന്തോഷമെങ്കിൽ വിളിച്ചോന്നേ, അതിനിപ്പോൾ എന്താ പ്രശ്നം? പിന്നെ നയന ഒരുപാട് കൂടുതൽ അഹങ്കരിക്കാതിരുന്നാൽ മതി, എനിക്കത്രേ പ്രശ്നമുള്ളൂ. അവളെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവനോ ഞാൻ ടൂറിന് പറഞ്ഞു വിട്ടത്. എടോ, അതിന് അവനോട് ടൂർ പോകാൻ പറഞ്ഞ താനല്ലേ, അപ്പോൾ പിന്നെ ഇതിങ്ങനെ പറയാം. അതെ, ഞാൻ തന്നെ ടൂറ് പോകാൻ പറഞ്ഞത്, അതവളുടെ മുഖം കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, പിന്നെ അവളുണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ കൂടുതൽ സന്തോഷം, അപ്പം പിന്നെ അവരുണ്ടരും കൂടി ടൂറ് പോയി വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ മാറി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജയൻ ചോദിക്കുകയാണ്, എടോ, അങ്ങനെ നമ്മുടെ മകന് അവളുള്ളതാണ് ഇഷ്ടമെങ്കിലും സന്തോഷമെങ്കിലും എങ്കിൽ പിന്നെ നമുക്ക് അവളെ സ്നേഹിച്ചൂടെ? സ്നേഹിച്ചോ? ജയേട്ടൻ സ്നേഹിച്ചോ? ആര് പറഞ്ഞു സ്നേഹിക്കണ്ടായെന്ന്? പക്ഷെ എന്നെ കിട്ടില്ല സ്നേഹിക്കാനൊന്നും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പതി എണീറ്റിട്ട് നേരെ മാറി നിന്ന് ചിരിക്കുക. വീണ്ടും ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, എടാ തനിക്ക് എന്ത് പറ്റി? താനെന്തിനാ വീണ്ടും ചിരിക്കുന്നത്? ചിരിച്ചെന്നോ? ഞാനൊന്നും ചിരിച്ചില്ല, ഒന്ന് പോ ജയൻ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട്
ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജയനൊന്നും മനസ്സിലാവുന്നില്ല, ഇത് എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ദേവയാനി ചിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയെയും അതേപോലെ തന്നെ ആദർശിനെ. അപ്പം നയന നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുക. ആ സമയത്ത് ആദർശ് വന്നിട്ട് നയനയെ ഒന്ന് പ്രണയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താ ആദർശേട്ടാ ഇതെന്തേ കാണിക്കുന്നത്? ആഹാ, നമ്മൾ ടൂർ വന്നിരിക്കുന്നത് എന്തിനാണ്? ദേ ഇപ്പം നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് ആരുമില്ല. എടോ, ഇങ്ങനൊരു അവസരം ഇനി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ദേ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അത് ശരിയാണ്. ദേ അമ്മ പറഞ്ഞത് കേട്ടിട്ടില്ലേ, ആദർശേട്ടനെ നന്നായിട്ട് നോക്കണമെന്ന്. തണുപ്പ് ഏതായാലും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് ശ്വാസം മുട്ട് വരുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ദേവയാനിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവയാനിയുടെ കോള് വരികയുണ്ട്. അമ്മയാണല്ലോ വിളിക്കുന്നത്. ഓ, അമ്മയുടെ കാര്യം പറഞ്ഞേ ഉള്ളു, അപ്പം തന്നെ അമ്മ വിളിച്ചല്ലോ. അതാണ് ഈ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുക. എന്താ അമ്മേ? ആദർശേ, നിങ്ങൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നീ എണീറ്റില്ലേ? എണീറ്റമ്മേ, 8 മണിയായില്ലേ? ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്കൊക്കെ പോകണം. അതെ, അവിടെ അടുത്തെങ്ങാനും ക്ഷേത്രം വല്ലതും ഉണ്ടോ? അന്വേഷിക്കണം അമ്മേ, ക്ഷേത്രം ഉണ്ടായിരിക്കും. എങ്കിലേ ക്ഷേത്രത്തിലൊന്ന് പോകണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, അതാണ് വേണ്ടത്. അല്ല അമ്മേ, നയനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അമ്മയ്ക്ക് വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തണമെന്നൊക്കെ. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുകയോ ഹോമം നടത്തുകയോ ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ കുന്നിലും മലകളിലും മുകളിലൊന്നും കയറാനായിട്ട് പോകരുതേ, ആരോഗ്യം നോക്കണം. അല്ല അമ്മ ഇത് ആരോടാ പറഞ്ഞത്? എന്നോടാണോ നയനയോടാണോ പറഞ്ഞത്? നിന്നോട് തന്നെ. നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. പിന്നെ അവൾക്കും കയറാൻ വല്ല പ്രശ്നമുണ്ടോ? അപ്പം നയന പറയണേ എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും കണ്ടില്ലേ നയന പറയുന്നത്, നയനക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്നാലും വേണ്ട, കുന്നിൻ്റെ മേളിലൊന്നും വലിഞ്ഞു കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ല, നീ എന്താ എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നത്? അത് പിന്നെ അമ്മേ, ഓ രണ്ടുപേരും കൂടി ഒറ്റക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മനെയൊക്കെ മറന്നില്ലേ? അയ്യോ അമ്മ മറന്നതൊന്നുമല്ല, അമ്മനെ വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലും ശരി, ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതല്ലമ്മേ, ശരി ആയിക്കോട്ടെ. ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ വിളിച്ചെന്നൊക്കെ പറയണേ, എവിടെയെങ്കിലും എത്തിയെന്നൊക്കെ. എന്നാലും മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. ശരി, നിങ്ങളിനി യാത്രയൊക്കെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുക. അപ്പം നയന ചോദിക്കുകയാണ്, ആദർശേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമ്മയെ വിളിക്കാനായിട്ട്? അതിന് നമ്മൾ വിളിച്ചല്ലേ, കിട്ടിയില്ലല്ലോ. വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നില്ലേ? അപ്പം വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആദർശേട്ടൻ. വേറെ എന്തെങ്കിലും ചിന്തിക്കാനുള്ള സമയമാണല്ലോ ഇപ്പോൾ. അതിനിടയിൽ കയറി ദേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലമണ്ടലൊന്നും കയറില്ല നയനെ. ഇത്ര ദിവസം നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നേച്ചല്ലേ. നമുക്ക് നമ്മുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ കുറച്ചൊക്കെ സ്വാർത്ഥതയാവാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പെരുമാറിയത്. ദേ എനിക്കേ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ദേ ഇനി ഒട്ടും ഞാൻ വെച്ച് താമസിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് വട്ടം പിടിക്കണം. അപ്പോൾ നമ്മുടെ നയന പറയാ, ആദർശേട്ടാ അതെ അമ്മ പറഞ്ഞ അമ്പലമില്ലേ, നമുക്ക് ആദ്യം അമ്പലത്തിലൊന്ന് പോകാം, എന്നിട്ടാവാം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അമ്മ പറയുന്നതെല്ലാം കേട്ടല്ലേ? കേട്ടില്ലെങ്കിലും ആദർശേട്ടൻ ഇവിടെ നിന്ന് എന്താണോ മറുപടി കൊടുക്കുന്നത് അത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന്. അതുകൊണ്ട് തന്നെ ഒന്ന് പോയി അന്വേഷിക്കുക, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അമ്പലം ഉണ്ടോയെന്നും. ശരി, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അമ്പലം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം എനിക്ക് വയറ് നിറയൊന്ന് ഭക്ഷണം കഴിക്കാൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഡബിൾ മീനിങ്ങിൽ പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അതിനൊക്കെയാണെങ്കിൽ ചിരി വന്ന് സഹിക്കാനും പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അപ്പോൾ അനിയുമാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. ദേ നീ എപ്പോഴും ഈ ലാപ്ടോപ്പ് നോക്കി കാര്യങ്ങൾ നോക്കിയിരുന്നോ? ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ അടുത്ത വഴക്കിടാൻ വേണ്ടി വന്നിരിക്കുകയാണോ അനാമികയെ? ഞാൻ വന്നു കഴിഞ്ഞ് നിനക്ക് വഴക്ക് അല്ലെങ്കിലും നിനക്കിപ്പോൾ എന്നെ കണ്ണുനേരെ കണ്ടില്ലല്ലോ, മറ്റുള്ള ആൾക്കാരാണല്ലോ നിൻ്റെ മനസ്സ് മുഴുവനും. ദേ നീ വീണ്ടും കിടന്ന് കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. നിനക്കിപ്പോൾ എന്താ വേണ്ടത് അനാമികയെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് ബുദ്ധിമുട്ടായി. ദൈവമേ, ഏത് സമയത്താണ് അവൻ നിന്നെയൊക്കെ കല്യാണം കഴിക്കാനായിട്ട് തോന്നിയത്? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും ഒരു വീട്ടിലും പിടിച്ചു നിൽക്കാനായിട്ട് പോകുന്നില്ല. കയ്യും തന്നങ്ങോട്ട് വിട്ടുപിരിഞ്ഞു പോകും. അങ്ങനെ കയ്യും തന്നൊന്നും ആരും വിട്ടുപിരിഞ്ഞു പോകുന്നില്ല.
അങ്ങനെയാണെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കണം. ആ നഷ്ടപരിഹാരം കൊണ്ട് ജീവിക്കും. അത്രേ മാത്രമേ ഉള്ളൂ. ഓ, അപ്പം ഞാനിവിടുന്ന് പോകുന്നതായിരിക്കും എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഈ വീട്ടിൽ വഴക്കുണ്ടാകാൻ പാടില്ല. അത്രേ മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. ഓ, നിനക്കിപ്പം അങ്ങനെയാണെന്ന് അറിയാം. നിൻ്റെ മനസ്സിൽ പലരും ഉണ്ടല്ലോ. എന്നെ സ്നേഹിക്കുന്നവരെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് ഞാൻ തയ്യാറല്ല. എനിക്ക് അവരെയും സ്നേഹിക്കണം. കണ്ടില്ലേ ആദർശേട്ടനും നയനയും ടൂറൊക്കെ പോയിരിക്കുന്നത്. നമ്മളെപ്പോഴാണ് ടൂറ് പോയിട്ടുള്ളത്? എന്തിനാണ് ഇനി ടൂറ് പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? ഇവിടെ തന്നെ ഒരുപാട് പ്രശ്നമുണ്ടല്ലോ. എന്നെ അങ്ങോട്ട് വെറുതെ വിട്ടേര് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നമ്മുടെ അനിയ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പിന്നീട് കാണിക്കുന്നത് ഇതേപോലെ തന്നെ അനിയെ നമ്മുടെ അഭിയെയും അതേപോലെ തന്നെ നവിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര തിരക്കം. നീ എനിക്ക് എന്ത് സമ്മാനം തരാനാണ് പോകുന്നത്? നിനക്ക് എപ്പോഴും സമ്മാനത്തിൻ്റെ വിചാരം മാത്രമുള്ള, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് അതല്ലേ സാധിക്കുള്ളൂ. ഞാനെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണമല്ലോ. നീ വേറെ പെണ്ണുങ്ങളെയൊക്കെ മനസ്സിലിട്ടുകൊണ്ടിരിക്കുകയല്ലേ? ദേ ആദർശിനും നയനയ്ക്കൊക്കെ സമ്പാദ്യങ്ങളുണ്ട്. എനിക്കതൊന്നുമില്ല. നിനക്ക് മാസം 50,000 രൂപ കിട്ടുന്നുണ്ടല്ലോ സമ്പാദ്യം. അതിൽ നിന്ന് നിനക്ക് ചിലവാക്കിക്കൂടെ? അതൊന്നും ചിലവാക്കില്ല. ഈ പൈസക്ക് എവിടെ പോയി? കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കുകയായിരിക്കും നീ. ദേ അനാവശ്യം പറയാൻ നിൽക്കരുത്. എങ്കിൽ പിന്നെ എവിടെ? സ്വന്തം ഭാര്യക്ക് ചിലവ് ചെയ്യാനും നിൻ്റെ കയ്യിലില്ലല്ലോ. ഓ, ഇങ്ങനത്തെ നീ എൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ടും തല്ലി പിടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. നബിയക്കാണെങ്കിൽ കാലി സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് ഹനിയാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ പറയുകയാണ്, എടാ ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബെഡ്റൂമിൽ പോലും ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് അവളോടോ അവൾക്ക് എന്നോടോ തീരെ താല്പര്യമില്ല, ഇഷ്ടവുമില്ല. എടാ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ആത്മഹത്യയുടെ വക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത് എന്നൊക്കെ അനി കൂട്ടുകാരന്മാരോട് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരന്മാരും ആകെ ഞെട്ടി വരച്ചൊരവസ്ഥ നിൽക്കണം. ഇവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. പക്ഷേ അനി പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ നന്ദു കേട്ട് ആകെ വിറച്ചു പോയൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.